നിങ്ങൾക്ക് ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വഴങ്ങിത്തരണം. അപ്പോൾ രാജേഷിൻ്റെ അയാളുടെ തീരുമാനം ഇതാണ്. അവസാനമായിട്ട് രാജേഷിൻ്റെ വക്കീലിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്കണത്. എനിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. നീ ഇവിടെ കൂലിക്കിരിക്കുന്നെങ്കിൽ അങ്ങനെ ഇരുന്നാൽ മതി. നീ കൂലിക്കിരിക്കുന്ന അങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെ കള്ളത്തിന് നിന്നൊക്കെ കോടതിയിൽ കൊണ്ടുവരാനുള്ളതാണല്ലോ. അതുകൊണ്ടാണ് പിടിക്കുന്നത്. പാവങ്ങൾ ഉരുപ്പടി വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ശ്യാമാംബരം സീരിയലിൽ അഭിനയിക്കുന്ന നടി ആമിക്കുണ്ടായ മോശം അനുഭവം പലരും അറിഞ്ഞു കാണും. സംഭവം മറ്റൊന്നുമല്ല. ഇപ്പൊ നമുക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് പല ആളുകളും ഈ കയ്യിലുള്ള സ്വർണവും മറ്റും ഈ ഫിനാൻസിൽ പണയം വെച്ച് പൈസ എടുക്കാറുണ്ട്, അല്ലെ? പലരെയും സംബന്ധിച്ചിടത്തോളം അതൊരു ഈസി ആൻഡ് കൺവീനിയന്റ് ഓപ്ഷൻ ആണ്. ഇങ്ങനെ പണം എടുക്കുന്ന സമയത്ത് പല ഫിനാൻസുകാരും പല രീതിയിലുള്ള പലിശകൾ ഈടാക്കാറുണ്ട്. ചിലർ 6% ഈടാക്കും, ചിലർ 10% ഈടാക്കും. അപ്പൊ ഈ വാങ്ങിയ തുകയെന്നും എന്നും ഈ പലിശയും കൂട്ടി തിരിച്ചടിക്കുന്നു. അപ്പോൾ നമുക്ക് ആ സ്വർണം തിരിച്ചു കിട്ടത്തുള്ളൂ. പലരും പണത്തിന് ആവശ്യം വരുമ്പോൾ ഈ ഒരു വഴി ആശ്രയിക്കാറുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, നമ്മുടെ സ്വർണവും അവരുടെ ലോക്കറിൽ സേഫ് ആയി കിടന്നോളും എന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇതിന്റെ മറവിൽ പല സ്ഥാപനങ്ങളും ചൂഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ സ്വർണം കൊണ്ട് പണയം വെച്ച പലർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്, അല്ലെ? പലരും അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇതുപോലൊരു സ്ഥാപനത്തിൽ ഈ പറയുന്ന ആമി തന്നെ 5 പവൻ സ്വർണം കൊണ്ട് പണയം വെച്ച് എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ 10 വർഷം മുമ്പേ. അന്നത്തെ പുള്ളിക്കാരിക്ക് ഒരു 33,000 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ സ്വർണം കൊണ്ടേ പണയം വെച്ചത്. റിയ ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് പുള്ളിക്കാരി കൊണ്ടേ സ്വർണം പണയം വെച്ചത്. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് ഈ പറയുന്ന ആമി സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടി ആ സ്ഥാപനത്തിലേക്ക് പോയി. പക്ഷെ പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ വാങ്ങിച്ച റെസീറ്റ് ഇല്ലായിരുന്നു. എന്തോ വീട് മാറുന്ന സമയത്ത് അമ്മ വീട്ടുകാർ വേസ്റ്റ് കത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ അത് അറിയാണ്ടങ്ങ് കത്തിച്ചു എന്നുള്ളതാണ് പുള്ളിക്കാരി റീസൺ പറഞ്ഞത്. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും പുള്ളിക്കാരുടെ കയ്യിൽ റെസീറ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഈ റെസീറ്റ് ഇല്ലാന്ന് കണ്ടപ്പോ ഈ സ്ഥാപനോട് എന്താക്കി, പുള്ളിക്കാരി 33,000 രൂപ മുതൽ മേടിച്ചു എന്നിടത്തു നിന്നും 30,000 രൂപ ആയിട്ട് അങ്ങ് കൂട്ടി എഴുതി. അതിന്റെ കൂട്ടത്തിൽ എന്താക്കി 96,000 രൂപ അങ്ങ് പലിശ എഴുതി വെച്ച്. അതായത് പറഞ്ഞതിനേക്കാളും 10 ഇരട്ടി പലിശ. ആകെ പ്രശ്നമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഈ ആമി ഫിനാൻസുകാരും തമ്മിൽ വർത്താനായി. അതിനുശേഷം ആമി അവിടെ നടന്ന സംഭവങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഇത് റിയ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് കേട്ടോ. അതായത് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് പണയം വെക്കുന്നവർ സൂക്ഷിച്ചോളണം. ഞാൻ എന്താ ബോർഡ് കൂടെ കാണിച്ചു തരാം, സ്റ്റാഫുകളെ കൂടെ ഞാൻ കാണിച്ചു തരാം. ഉരുപ്പടി കൊണ്ടുവന്ന് വെച്ചിട്ട് ഫുള്ള് കൂട്ടി എഴുതി തുണ്ടില്ല എന്ന് പറഞ്ഞോണ്ട് ഒരു ബോണ്ട് എഴുതി കൊടുക്കുമ്പോൾ ഉരുപ്പടി കൊടുക്കണമെന്നാണ്. ഞങ്ങൾ റിയാഫിനെ നമ്മൾ അവിടെ പണയം വെച്ചു, KSFയിൽ പണയം വെച്ചു. KSFയിൽ പണയം വെച്ചപ്പോൾ എന്താണ്, ഒരു തുണ്ട് പോലും എന്റെ കയ്യിലില്ല. പക്ഷേ 100 രൂപ ബോണ്ട് എഴുതി കൊടുത്തപ്പോൾ എന്താണ്, ഫുള്ള് എത്ര സെറ്റ് കമ്പ്യൂട്ടറിൽ അടിച്ചപ്പോൾ 3 സെറ്റ് ഉരുപ്പടി അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടറിൽ കാണിച്ച് കറക്റ്റ് ഉരുപ്പടി തന്നു. അതുപോലെ ഒരു സ്ഥാപനം പ്രൈവറ്റ് എന്നല്ലേ ഉള്ളൂ. അവിടെ ഗവൺമെന്റ് ആണെങ്കിൽ ഇവിടെ പ്രൈവറ്റ് എന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ പണയം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ തുക കയ്യിൽ തുണ്ടില്ലെന്നെങ്കിൽ തുക കൂട്ടിയെഴുതി വെച്ചിട്ടാണ് പറയേണ്ടത്. ഒരു കൊച്ചിന് ഓപ്പറേഷൻ ആയിട്ട് ഇത്രയും ഞാൻ സീരിയസ് ആയിട്ട് നിന്ന് എടുക്കാൻ വന്നപ്പോ 37,000 പലിശ കൂടെ കൂട്ടി എഴുതി തന്നെ നിങ്ങളിപ്പോ അത് തുകയാക്കിയിട്ട് അതിന്റെ മീത് അതെന്താണ് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റി ഉൾപ്പെടെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ്. ആദ്യം പറഞ്ഞ ട്യൂണാ എന്ത് ട്യൂണ് പറഞ്ഞു, എന്ത് ട്യൂണ് പറഞ്ഞു? നിന്നെ നുണ പറച്ചിൽ നിർത്ത്. നീ ഇവിടെ കൂലിക്കിരിക്കുന്നെങ്കിൽ അങ്ങനെ ഇരുന്നാൽ മതി. നീ കൂലിക്കിരിക്കുന്ന അങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെ കള്ളത്തിന് നിന്നൊക്കെ കോടതിയിൽ കൊണ്ടുവരാനുള്ളതാണല്ലോ. അതുകൊണ്ടാണ് പിടിക്കുന്നത്. പാവങ്ങൾ ഉരുപ്പടി വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്, തന്നെ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. തന്നെ ഒരു ചെറുസ് എന്ന് പറയുമ്പോൾ 2 പവനാണ്, 2 പവനാണ്. ഒരു നോട്ടീസ് പോലും എന്റെ വീട്ടിൽ വന്നിട്ടില്ല. എങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് ഒരു നോട്ടീസ് പോലും വന്നിട്ടില്ലല്ലോ. പബ്ലിസിറ്റി ഇനി എന്റെ അബദ്ധം ആർക്കും ഇനി പറ്റില്ലേ? എനിക്ക് അബദ്ധം പറ്റിയത് ഇനി ആർക്കും പറ്റാൻ പാടില്ല. ആണോ? പക്ഷെ ഞങ്ങൾ ഒപ്പിട്ടത് എങ്ങനെ വന്നു? ഞാൻ ഒപ്പിടാത്ത കാര്യം എങ്ങനെ ഇവിടെ വന്നു? ഞങ്ങളുടെ വീട്ടിലൊരു മുതൽ വരണ്ടേ, ഒരു പേപ്പർ വരണ്ടേ ഒപ്പിടാന്? വരണ്ടേ? അതെങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം പെട്ടോ, ഇത്ര ലക്ഷം രൂപ ഉരുപ്പടി ഇവിടെ വെച്ചിട്ട് നോട്ടീസ് വെച്ചിട്ട് ഞാൻ ഒപ്പിട്ട് പോടാന്ന് പറയോ? 15 ലക്ഷം 2003 തൊട്ട് 2024 വരെ ഉരുപ്പടി വെച്ചേക്കാണ്. എത്ര ലക്ഷം രൂപ ഉരുപ്പടിയാണ്? അപ്പൊ ഒരു നോട്ടീസ് വരുമ്പോ ഞാൻ അങ്ങനെ കളഞ്ഞിട്ട് പോകും. പക്ഷെ ഇവിടെ വരുമ്പോഴൊക്കെ 10 ഇരട്ടി പലിശ പറയാണ്. 10 ഇരട്ടി പലിശ എഴുതി വെച്ചിട്ട് പോട്ടെ, തുകയും മാറ്റി എഴുതി. ഒരാളെ കയ്യില് തുണ്ട് കളഞ്ഞു, ഒരാളെ കയ്യില് തുണ്ടില്ല, നിങ്ങളെ നോട്ടീസില്ല, നിങ്ങൾ കൂട്ടി എഴുതി തുക കൂട്ടി എഴുതി ചീറ്റിംഗ് ചെയ്യണം. ഈ ഉരുപ്പടി കൂട്ടി എഴുതിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാനത് ഇങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. ഇത് കൂട്ടി എഴുതിയത് എന്റെ രക്ഷയായിപ്പോയി. കാരണം ചീറ്റിംഗ് ഞാൻ അപ്പോഴാണ് മനസ്സിലായത്. ഉരുപ്പടിക്ക് 32,000 രൂപ വെച്ച 2.5 പവന്റെ മാല, 1-2 പവനല്ല 2.5 പവന്റെ മാല വെറും 32,000 രൂപ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി വെച്ചതാ. നല്ല ബോധമുണ്ട്. തുണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ബോധമല്ല. അപ്പൊ ബോധമില്ലാത്ത പാവപ്പെട്ട എത്രയും അമ്മച്ചിമാര് വന്ന് ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മാരുക്കടയിൽ നിൽക്കുന്ന പെണ്ണ് പറഞ്ഞു അവർക്ക് ഇതുപോലെ നോട്ടീസ് അയച്ചു നോക്കി ചേച്ചി ഒരു നോട്ടീസ് വന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് റെക്കോർഡല്ല ഇത്. നീ ഞങ്ങൾ റെക്കോർഡല്ല, ഇത് റെക്കോർഡല്ല, ഇത് റെക്കോർഡല്ല.
ഓക്കെ, അപ്പൊ അതാണ് ഈ ഉരുപ്പടി എന്നിവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് പണയം വെച്ച സ്വർണ്ണമാണ് കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും ധരിക്കേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 10 കൊല്ലം മുന്നേ ഇവർ കൊണ്ടുപോയി വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ പോയ സമയത്ത് റെസീറ്റ് ഇല്ലാന്ന് കണ്ടപ്പോ തുകയും കൂട്ടി 10 ഇരട്ടി പലിശയും പറഞ്ഞില്ലേ. അത് ചോദ്യം ചെയ്തപ്പോൾ ഇവരെന്താ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആമിക്ക് ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്ഥാപനം ഫ്രോഡാണെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പ്രശ്നം ഇതോടെ രൂക്ഷമായി വഷളായി പോലീസ് സ്റ്റേഷനിൽ വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അവസാനം പോലീസുകാരൊക്കെ ഇടപെട്ട് പ്രശ്നം വളരെ വലുതായി. പക്ഷെ അപ്പോഴും ഇവിടെ ആമിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഇതിനെല്ലാം ശേഷം ഒരു ദിവസം മുന്നേ ആമി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 മിനിറ്റോളം വരുന്ന ഒരു ലൈവാണ്. അതിൽ ചില കാര്യങ്ങൾ ആമി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. പിന്നെ ഇവർ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവർ റെക്കോർഡ് ചെയ്ത് മൊബൈലിന്റെ മൈക്കിന് പ്രശ്നമായിരിക്കും. എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി. ഞാനിപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. എൻ്റെ കുറച്ച് 10-30ഓളം പവൻ ഉരുപ്പടി കൊണ്ടുവന്ന് പല ഫിനാൻസുകളിലായിട്ട് ഞാൻ പണയം വെച്ചു. ഇതിൻ്റെ എല്ലാ റെസിപ്റ്റുകളും പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിൻ്റെ ആയാലും എല്ലാ റെസിപ്റ്റുകളും എൻ്റെ കുടുംബ വീട്ടിലാണ് ഞാൻ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ കുടുംബ വീട് പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടു സാധനങ്ങൾ മാറ്റിയപ്പോഴും എന്തൊക്കെയോ സാധനങ്ങൾ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു. ഞാൻ മോക്കൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ ഫിനാൻസുകളിലും ഉരുപ്പടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ബോണ്ട് എഴുതി കൊടുത്ത് എല്ലാവരും മിക്കുള്ളവരും ഉരുപ്പടികൾ തിരിച്ചു തന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ 10-20 പവനോളം അകത്ത് വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ഫിനാൻസ്, റിയ ഫിനാൻസ്, അയാൾ മാത്രം റെസിപ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഉരുപ്പടിയുടെ തുകയും കൂട്ടി എഴുതി, അതിൻ്റെ പലിശ ഉരുപ്പടിയുടെ വിലയോട് അടുപ്പിച്ചുള്ള പലിശയും കൂട്ടി എഴുതിയിട്ട് അയാൾ ഒരു റെസിപ്റ്റ് എനിക്ക് തന്നു. അത് കാരണം ഞാൻ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. എനിക്കെൻ്റെ ഉരുപ്പടി തരുന്നില്ല, ഇങ്ങനെ തുകയും പലിശയും കൂട്ടി എഴുതിയൊക്കെയാണെന്ന് വെച്ചിട്ട്. സ്റ്റേഷനിൽ വന്നിട്ട് നിന്ന് നിൽപ്പിന് അയാൾ പറയുകയാണ് എൻ്റെ ഉരുപ്പടി ലേലം വിളിച്ച് പോയെന്ന്. പലിശ അടച്ച് പുതുക്കി വെച്ചേക്കുന്ന ഉരുപ്പടി എങ്ങനെയാണ് ലേലം വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. CI സാർ കേസ് ഏറ്റെടുത്ത് 2017 മുതൽ 2024 വരെയുള്ള ഉരുപ്പടിയുടെ ലിസ്റ്റ് എടുത്തു. പലിശ അടച്ച് പുതുക്കി വെച്ചേക്കുന്ന ഉരുപ്പടിയുടെ ലിസ്റ്റ് എടുത്തു. എല്ലാ ഉരുപ്പടിയും തിരിച്ചു തരാമെന്ന് അയാൾ ഏറ്റു. അയാൾ പറഞ്ഞ കള്ളങ്ങളെല്ലാം അവിടെ സമ്മതിച്ചു. ഉരുപ്പടി തരാമെന്ന് സമ്മതിച്ചതിൻ്റെ അന്ന് അയാളൊരു CPM പ്രവർത്തകനെ കൊണ്ട് അവിടെ വന്നു. സിയുടെ മുറിയിൽ CPM പ്രവർത്തകൻ കയറി സംസാരിച്ചതിന് ശേഷം സിയ പറയാണ്, നിങ്ങൾ പുറത്ത് വെച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യുക, അയാളെല്ലാം തരാമെന്നല്ലേ പറയുന്നത്. ഞാൻ സാറേ, എൻ്റെ ഉരുപ്പടിയുടെ വിലയാണ് അയാൾ പലിശയായിട്ട് എഴുതിയിരിക്കുന്നത്, അത് നിങ്ങൾ പുറത്ത് പറഞ്ഞത് സോൾവ് ആക്കുന്നു. ഞാൻ അത് ശരിയാവുമെന്ന് തോന്നില്ല. ശരിയായെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു ചെന്നപ്പോൾ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ലീഗലായിട്ട് പോകും, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. ഇത്രയും രേഖകളെടുത്തതിന് ശേഷം പറയുന്നതാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സത്യങ്ങളാണ് തിരിച്ചറിഞ്ഞ് ഇത്രയും രേഖകളെടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ നടന്ന കാര്യം എന്ന് വെച്ചാൽ, വക്കീൽ എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി രാജേഷിൻ്റെ കടയിൽ പോകാൻ പാടില്ല, നിങ്ങൾ എന്നെ അവിടെ കയറി, നിങ്ങൾ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് ഞാൻ ക്രിമിനൽ കേസെടുക്കും, നിങ്ങൾ രാജേഷിൻ്റെ കടയിൽ പോയതിന് ഞാൻ കേസെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫോറസ്റ്റ് കോടതിയിൽ നിന്ന് നോട്ടീസ് വരുമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാജേഷിൻ്റെ വക്കീൽ എന്നെ വിളിച്ച് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ഉരുപ്പടി പോലും നഷ്ടപ്പെട്ടിട്ടില്ല, ലേലം വിളിച്ചിട്ടില്ല, ഒരു മഞ്ചാടി പോലും നഷ്ടപ്പെടാതെ നിങ്ങളുടെ ഉരുപ്പടി ഞാൻ തിരിച്ചു തരും. CI സാർ 8000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, SI സാർ 4000 വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ എല്ലാവരും പാർട്ടി പ്രവർത്തകർ പൈസ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരാരും നിങ്ങൾക്ക് വേണ്ടി ഇനി സംസാരിക്കില്ല. നിങ്ങൾ ഇതിന് മുകളിലോട്ട് ഇനി ഏത് ഉദ്യോഗസ്ഥനെ കാണാൻ പോയാലും അവർ നിങ്ങൾ കോടതിയിൽ പോകാനേ പറയൂ. ഇതിലൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾക്ക് ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വഴങ്ങി തരണം. അപ്പോൾ രാജേഷിൻ്റെ അയാളുടെ തീരുമാനം ഇതാണ്. അവസാനമായിട്ട് രാജേഷിൻ്റെ വക്കീലിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്കണത്. എനിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ട്രിവാൻഡ്രം SP കിരൺ സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. ലേഡി SPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വക്കീൽ പറഞ്ഞ എല്ലാ റെക്കോർഡും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിരിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും പോലീസുകാരെ ഒരു പൈസ കൊടുത്ത് സ്വാധീനിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അല്ലേ. പിന്നെ അത് കൂടാതെ വക്കീലിനെ വെച്ചുള്ള ഭീഷണി. അവസാനം എന്താണ്, കൂടെ കിടന്ന് കൊടുത്താണെങ്കിൽ സ്വർണം തിരിച്ചു തരാൻ പോലും. ഇവര് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള പലിശകൾ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അതിന്റെ സ്റ്റേറ്റ്മെന്റും എടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ സ്ഥാപനത്തിനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. കാരണം ഇവർ തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇങ്ങനെ തുറന്ന് പറയാത്ത എത്ര അമ്മമാരുണ്ടാകും അല്ലെ, അവർക്കൊക്കെ എത്രത്തോളം മോശ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. ഇയാൾ മുമ്പും ഇതുപോലെ മറ്റുള്ള സ്ത്രീകളോടും പെരുമാറിയിട്ടുണ്ടാകണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയണത്, നിങ്ങൾ ദയവ് ചെയ്ത് സ്വർണം പണയം വെക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രം പോവുക.
അത്യാവശ്യം ജനപ്രീതി പിടിച്ചു പറ്റിയ സ്ഥാപനങ്ങളിൽ മാത്രം പോവുക. അതല്ലാതെ ലാഭം നോക്കിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പോയി കഴിഞ്ഞാണെങ്കിൽ അവസാനം ഇതേപോലെ അനുഭവം നാളെ നിങ്ങൾക്കും വന്നേക്കാം. എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. പിന്നെ അല്ലെങ്കിൽ ഈ പണം പലിശക്ക് എടുക്കുന്ന ഏർപ്പാടെന്ന് പറയുന്നത് ഭയങ്കര ഒരു വൃത്തികെട്ട ഏർപ്പാടാണ്. കാരണം നമ്മളെ കയ്യിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാണെങ്കിൽ കാര്യം കയ്യിൽ നിന്ന് പോകും. പിന്നെ അവർ പറയുന്ന തുക നമ്മൾ കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂഷണത്തിന് ഇരാവുന്നത് ഈ പറയുന്ന പലിശ ഏർപ്പാടുകളായിരിക്കും. ഈ ബ്ലേഡ് കമ്പനികളൊക്കെ വളരുന്നത് തന്നെ ഇങ്ങനെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തിട്ടാണല്ലോ. എനിവേ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.